നാരങ്ങയില്ല. ഹായ് ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മൺട്രോത്തുരുത്തിൽ പോയതാണ്. നമ്മുടെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ ഇത് മൺട്രോത്തുരുത്തുള്ളത്. എന്നിട്ട് നമ്മൾ പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് പോകാനുള്ളൊരു സമയം കിട്ടിയത്. അങ്ങനെ ഒരു വൈകുന്നേരമാണ് ഞങ്ങളിവിടെ പോകുന്നത്. നാരങ്ങയില്ല. മതിയല്ലോ, 3 മതി. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേന് ഏകദേശം വൈകുന്നേരം ഒരു 3 മണി ആയതേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിലാണ്. നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയാലും ഭയങ്കര വെയിലായിരിക്കും. അതുകൊണ്ട് കുറച്ച് തണുപ്പിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതായി ഈ ഒരു കടയിൽ. ഒരു അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു കടയാണ്. ഇവിടെ വന്നപ്പോൾ 2 പിള്ളേരായിരുന്നു കേട്ടോ ഉള്ളത്. ആദ്യം നമ്മൾ ഒരാൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ട് നമ്മളിവിടെ വന്നത്. അപ്പം പുള്ളി കുടിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നല്ല ഇതായിരിക്കുമെന്ന്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ നാരങ്ങ തീർന്നു പോയെന്ന്. പിന്നെ പിള്ളേരെ ഇട്ടിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പഴയ പുളിമുട്ടായി അങ്ങനെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. പിന്നെ സർബത്താണെന്നും പറഞ്ഞിട്ട് ഒരു പാൽ സർബത്ത് പോലൊരു സാധനം തന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുടിക്കാൻ. പിന്നെ അവരെയൊക്കെ ഒന്ന് കളിയാക്കിയിട്ട് ഞങ്ങൾ നേരെ ഇനി വള്ളത്തിലോട്ട് കയറാനാണ് പോകുന്നത്. പിള്ളേർ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പെരുമൺ ദുരന്തം, റെയിൽവേ പാളം തകർന്ന് കുറേ പേരൊക്കെ മരിച്ചുപോയില്ലേ, ആ പാളമാണ് നമ്മൾ ആ നേരെ കാണുന്നത്. അവിടെ അതുവഴി എപ്പോഴും ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഷാപ്പിലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഷാപ്പുകളുണ്ട്. ഈ മൺട്രോ ഐലൻഡ് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഷാപ്പിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഇതിൻ്റെ ടോപ്പിലിരുന്ന് ഇവിടെയൊക്കെ ഇരുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കായലൊക്കെ നോക്കി ഫുഡ് കഴിക്കാം കേട്ടോ. ഞങ്ങൾ ചീനി അതുപോലെ തന്നെ കള്ളൊക്കെ ഇവിടുത്തെ അടിപൊളിയാട്ടോ. ലേഡീസിനും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ നല്ല മധുര കള്ള. ആ ഒരു കള്ളൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോയത് വള്ളത്തിൽ കയറാനാണ്. ഇവിടെ വള്ളത്തിൽ 1 മണിക്കൂറിന് 500 രൂപ. പിന്നെ നമ്മൾ എക്സ്ട്രാ 1 മണിക്കൂർ കൂടെ 2 മണിക്കൂർ. സത്യം പറഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ പോകണം എല്ലാം കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ. 2 മണിക്കൂറിന് ഇവർ 1000 പറഞ്ഞാൽ 800 രൂപയ്ക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി കറക്കിക്കൊണ്ടൊക്കെ വരും കേട്ടോ. കിട്ടി ഒന്നെണ്ണം കൈ നോക്കി കാണിക്കാൻ അടിപൊളിയായിരിക്കും. ആ ഓക്കെ ഓക്കെ. നമ്മുടെ വെള്ളം ഹായ്. താങ്ക് യു. എൻ്റെ അടുത്ത് അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് നമ്മുടെ മൺട്രോത്തുരുത്ത്. കൊല്ലം ജില്ലയിലെ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ പരിധിപ്പെടുന്ന ഒരു ദ്വീപാണ് നമ്മുടെ മൺട്രോത്തുരുത്ത് കേട്ടോ. നേരത്തെ ഇത് വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രമായത്. ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യബന്ധനം തന്നെയാണ്. അതുപോലെ തന്നെ വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. കയറുപിരി, വിനോദസഞ്ചാരം. കാരണം ഈ എല്ലാവർക്കും വള്ളങ്ങളുണ്ട്. ഈ വള്ളത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞ അതുപോലത്തെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഉപജീവന മാർഗം. നമുക്ക് കിട്ടിയ വള്ളത്തിലുള്ള ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് ബാബു ആൻ്റണിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഇച്ചിരിയേ ഉള്ളൂ, ഒരു കുറച്ച് സ്പേസേ ഉള്ളൂ. ഇവർ ഈ നിൽക്കുന്നുണ്ടോ, ഈ നിൽക്കുന്ന സ്പേസ് മാത്രമേ ഉള്ളൂ. നമ്മൾ വന്നത് ഒരു 5 മണി ആയതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ അതിനകത്തോട്ട് കുഞ്ഞൊരു ഇങ്ങനെ നമ്മൾ തന്നെ തുഴയുന്നൊരു, ഇതിന് പറയുന്ന പേരെന്താണ്, പങ്കായോ അങ്ങനെയാണെന്ന് തോന്നുന്നു, ആ സാധനം കിടപ്പുണ്ടോ. ഞാൻ അതെടുത്തൊന്ന് തുഴഞ്ഞു നോക്കി കേട്ടോ. മൊത്തത്തിൽ നല്ല രസമായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ചെന്നതും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഈ ജാക്കറ്റ് ഇടുന്നവർ. ഇവിടെ ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ പോലീസ് പെറ്റി വരുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പം ഈ ചേട്ടൻ തന്നെ അവിടെ നിർത്തി തന്നിട്ട് ഇവിടെ കയറി ഫോട്ടോ എടുത്തോ എന്ന് പറയാം. നമ്മളോട് ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ട ആ കാണുന്ന കുറേ തുരുത്ത് പോലത്തെ സംഭവങ്ങൾ കണ്ടോ, കണ്ടൽക്കാട് പോലെ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഗുഹ പോലൊരു സെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി ഞങ്ങൾ ഫോട്ടോ എടുത്തു. നല്ല രസമാണ് കണ്ടോ. അവിടെ നല്ല രസമാണ്. ഇങ്ങനെ ഗുഹ പോലാണ് അവിടുത്തെ ഇതിങ്ങനെ ഇരിക്കുന്ന മരങ്ങളെല്ലാം കൂടെ ചുറ്റിയിട്ട് നല്ല രസമായിട്ട്. ഇവിടെ പോവാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാമ്പ്രാണിക്കൊടി അതുപോലെ മൺട്രോത്തുരുത്തൊക്കെ കിട്ടിയില്ല പ്ലേസാണ്. അതുപോലെ തന്നെ ഇവിടെ വരാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെയും. ഇവിടെ 5 മണി മുതലൊക്കെ ഈ വള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പോകാൻ വേണ്ടി. കാരണം ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ താമസമുണ്ട് ഇവർ. അപ്പോൾ അവരൊക്കെ വെളുപ്പിനെ എഴുന്നേറ്റ് ഇങ്ങനെ വള്ളത്തിലൂടെ ഇങ്ങനെ പോവും. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഏറ്റവും കിടിലം കേട്ടോ. അവിടുന്ന് 2 ചേട്ടന്മാർ പോസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ഇവർ എടുത്തപ്പം ഞാനൊന്ന് പോസ് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അതിന് തിരിച്ച് റിട്ടേൺ ചെയ്തത് അവർ. പിന്നെ ഈ പുള്ളിക്കാരി എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന് ഞങ്ങൾ
ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഇരിപ്പുണ്ടായിരുന്നു, തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴും ഉണ്ടായിരുന്നു. ഏകദേശം ഞങ്ങൾ 2 മണിക്കൂർ ചേട്ടൻ നല്ലതുപോലെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തന്നു കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടെ എന്നെ ഈ നടുക്ക് ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് തെങ്ങിൻ്റെ എന്തോ കുറ്റിയാണെന്ന് തോന്നുന്നു, അവിടെ നിർത്തിയിട്ട് ഇവരിങ്ങനെ കറക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ കരിമീൻ കൃഷി അതൊക്കെയാണ് കേട്ടോ. മത്സ്യം ഇങ്ങനെ മീനിനെ ഇങ്ങനെ വളർത്തുന്ന ആ സംഭവമാണ് ഇനി നെറ്റിട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കറങ്ങി. ഇപ്പോൾ ഇവിടെ എല്ലാ വള്ളങ്ങളും കൂടി ഇങ്ങനെ കൂടിച്ചേർന്ന ഒരു സംഭവമാണ്. നമുക്കിങ്ങനെ സ്വന്തമായിട്ട് തൊഴിഞ്ഞു പോകുന്നതും പിന്നെ പറ അവസാനം. അങ്ങനെ മൺട്രോത്തുരുത്ത് കണ്ടില്ലെന്നുള്ള വിഷമം എന്തായാലും അങ്ങ് മാറി. അങ്ങനെ അടിപൊളി സ്ഥലമായിരുന്നു. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നല്ലതുപോലെ നമുക്ക് മുതലായി എന്ന് പറയാം. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി എല്ലായിടവും കാണിച്ചത്. പുള്ളി നല്ല സഹകരണമായിരുന്നു കേട്ടോ നമ്മളോട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ.